ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ക്രേപ്പ് മെറ്റീരിയലാണ്. ഈ ഒരു ഗ്രീൻ കളറാണ്. ഇതിൽ നിന്ന് തന്നെയാണ് ഞാൻ ലൈനിങ്ങും എടുക്കുന്നത്. അപ്പം നമ്മുടെ ഡ്രസ്സിന് വേണ്ടിയിട്ട് 2.5 മീറ്ററും ലൈനിങ്ങിന് വേണ്ടിയിട്ട് 2 മീറ്ററുമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ നിന്ന് ഞാൻ ഇത് രണ്ടും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഫസ്റ്റ് 2.5 മീറ്റർ കട്ട് ചെയ്യാം, പിന്നെ 2 മീറ്ററും കൂടി കട്ട് ചെയ്യാം. നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കണമെങ്കിൽ കുറച്ചും കൂടി മെറ്റീരിയൽ എടുക്കാം. ഞാനിവിടെ 2.5 മീറ്ററാണ് എടുക്കുന്നത്. ഞാൻ അധികം ഫ്ലെയർ ഇല്ലാതെ തയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 മീറ്ററാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ 2.5 മീറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ യോക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ യോക്കിന് വേണ്ടിയിട്ട് 11 എടുക്കുന്നത് വിഡ്ത്ത്. കുറച്ച് ലൂസായിട്ടിരിക്കുന്ന ടൈപ്പാണ്. പിന്നെ നമ്മളിവിടെ സ്ലീവ് സെപ്പറേറ്റ് അല്ല ചെയ്യുന്നത്, ഇതിന്ന് കൂട്ടിയെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും 11 ആദ്യം ഫസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫോൾഡ് ചെയ്തിടാം. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ട അത് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിന് എടുക്കുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ബോട്ടം പാർട്ട് ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ചും പിന്നെ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് മൊത്തം 15 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്തിട്ടിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ യോക്കിനുള്ള 15 ഇഞ്ച് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്ന 15ഉം വിഡ്ത്ത് വരുന്ന 11ഉം ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോൾഡ് ഭാഗം ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ നെക്കും ഷോൾഡറൊക്കെ മാർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നെക്ക് നമ്മുടെ ഫ്രണ്ടിൽ വീനെക്കാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. സാധാരണ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 2.25 അപ്പോൾ ഞാൻ വീനെക്ക് ആയതുകൊണ്ട് സാധാരണ 3 എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലെങ്ത്ത് വരുന്നത് 5 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. പിന്നെ ബാക്ക് കുറച്ച് കയറിയിട്ടുള്ള ഒരു നെക്കാണ്, റൗണ്ടാണ് അടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാം. ഞാനിതവിടെ നെക്കിൻ്റെ വിഡ്ത്ത് 3 എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്ന 6.5 ഇവിടെ എടുക്കുന്നത്. പക്ഷെ നമ്മൾ സ്ലീവ് സെപ്പറേറ്റ് വെക്കാതെ ഷോൾഡർ കൂട്ടിയെടുക്കുകയാണ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ എത്രയാണോ ഷോൾഡർ എടുക്കുന്നത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 6.5 ഞാനിവിടെ എടുക്കുന്നത്. ചില സമയത്ത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 6 എടുക്കാറുണ്ട്. പിന്നെ ചേച്ചിക്കും കൂടി ഇടാനുള്ള രീതിയിൽ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ 6.5 എടുക്കുന്നത്. അത് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ലെങ്ത്തായിട്ടും 6.5 എടുക്കുന്നത്. പിന്നെ ആം ഹോള് 6.5 എടുക്കുന്നത്. പിന്നെ നമ്മുടെ ചെസ്റ്റും ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ കുറച്ച് ലൂസായിട്ട് വരുന്ന ഒരു ഡ്രസ്സാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാം നല്ല ലൂസിലാണ് എടുക്കുന്നത്. ചെസ്റ്റിൻ്റെ അവിടെ 11 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് 9.5 പിന്നെ ലാസ്റ്റ് നമ്മുടെ യോക്കിൻ്റെ വിഡ്ത്തായിട്ട് 11 തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ലൂസായിട്ട് കിടക്കേണ്ടതുകൊണ്ട് തന്നെ ഞാനിവിടെ റാൻഡമായിട്ട് മെഷർമെൻറ്റ് എടുക്കുന്നേ ഉള്ളൂ, ഷേപ്പിലൊന്നും അല്ല എടുക്കുന്നത്. അപ്പം മൊത്തം മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഷോൾഡർ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുന്നായിട്ട് നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ ആ ഒരു കർവും കൂടി കൊടുക്കണം. നമ്മുടെ ഷോൾഡറിൻ്റെ ഒരു 1.25 ഇഞ്ചിൽ ഒരു കർവും കൂടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ വിഡ്ത്ത് മുതൽ നമ്മുടെ ആ ഒരു ഷോൾഡർ വരെ ചെറിയൊരു സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചെരിച്ച് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു സെയിം സ്ലോപ്പ് ആ ബാക്കിയുള്ള ഭാഗത്തേക്കും കൂടി കൊടുക്കുന്നുണ്ട്. അതാ ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇവിടെ കൈൻ്റെ ലെങ്ത്തായിട്ട് നമുക്ക് ബാക്കി വന്നിട്ടുള്ള 5.25 ഞാൻ കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. കുറച്ച് ഇറങ്ങി നിൽക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഞാനിവിടെ 5.25 കംപ്ലീറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൈൻ്റെ വിഡ്ത്ത് എവിടെയാണോ നമുക്ക് ഇറക്കം വരേണ്ടത് അവിടുത്തെ നമ്മുടെ കൈൻ്റെ വിഡ്ത്ത് എടുക്കുക. നമുക്ക് ലൂസ് വേണമെങ്കിൽ അതും കൂടി ഇട്ടിട്ട് ഞാനിവിടെ മൊത്തം 14 എടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള രീതിയിൽ ലൂസൊക്കെ ഇട്ടിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ പകുതി എത്രയാണോ അതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 7 വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് സീം അലവൻസും കൂടി ഇട്ടിട്ട് ഇവിടെ 8 ഇഞ്ച് നമ്മൾ ആ ഒരു സ്ലോപ്പിൻ്റെ ഇവിടെ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിതൊരു വീഡിയോ കണ്ടിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സ്ലോപ്പിൽ നിന്ന് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സീം അലവൻസ് ആയിട്ടുള്ള 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 8 ഇഞ്ച് അവിടെ ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു നമ്മൾ സ്ലോപ്പ് വരച്ച് വെച്ചിട്ടുണ്ടല്ലോ അവിടെ നിന്ന് നമ്മുടെ ആ ഒരു 7ലേക്ക് നമ്മളൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏറ്റവും അറ്റത്തുനിന്ന് തന്നെയാണ് വരയ്ക്കുന്നത്. നമ്മൾ ലൂസായിട്ട് എടുക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് ആ ഒരു 7 ഇഞ്ചിലേക്ക് ഫസ്റ്റ് ആ ഒരു ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് വന്നുകൊണ്ടാണ് ഇവിടെ കുറച്ച് വരകൾ കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ യെല്ലോ ചോക്കിട്ടിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ആ ഒരു സ്ലോപ്പ് 7ലേക്ക് വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ആ 7ന് താഴേക്ക് നമ്മളെ ആ ഒരു ഷേപ്പ് വരയ്ക്കുക. ഞാനിവിടെ ലൂസായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 7 താഴേക്കുള്ള ആ ഒരു ഷേപ്പ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം.
ഇതിൽ ആ ഒരു യെല്ലോ ചോക്കി കൂടെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഷോൾഡർ കംപ്ലീറ്റ് കട്ട് ചെയ്ത് പോകരുത്, ഇങ്ങനെ ആയിരിക്കണം കട്ട് ചെയ്യേണ്ടത്. ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെയാണോ എന്ന് അറിയില്ല, ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ഫ്രണ്ട് നെക്ക് വരുന്നത് വി നെക്കാണ്. അപ്പോൾ അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് താഴത്തേക്ക് നമ്മൾ 5 എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പം അതല്ല കുറച്ചും കൂടി ലെങ്ത്തിൽ നമുക്ക് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ഏകദേശം ഒരു 7 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടാണ് നെക്ക് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. ഫ്രണ്ടും ബാക്കും വേറെയാണ്, അപ്പം നമുക്ക് ആദ്യം ഒന്ന് ഇത് സെപ്പറേറ്റ് ചെയ്യാം, എന്നിട്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് കട്ട് ചെയ്യാം. ബാക്ക് ഞാൻ കുറച്ച് കയറിയിട്ട് ഒരു റൗണ്ട് നെക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഞാനിവിടെ ഫസ്റ്റ് കട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിഡ്ത്ത് 3ഉം പിന്നെ ലെങ്ത് ആയിട്ട് ഞാൻ 3 തന്നെയാണ് എടുക്കുന്നത്. ചെറിയ കയറി നിൽക്കുന്ന കഴുത്താണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇവിടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഷോൾഡർ ഒന്നും ഇനി കട്ട് ചെയ്യേണ്ട, നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഷേപ്പ് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കട്ടിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, കമൻറ്റ് ഇട്ടാൽ മതി. ഞാനത് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇനി നമുക്ക് ബോട്ടം പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ബോട്ടം പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നിലത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അധികം ഫ്ലെയർ ഇല്ലാത്ത ടൈപ്പാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ലെങ്ത്ത് വരുന്നത് ഇങ്ങനെയാണ്, പക്ഷെ ഞാൻ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ താഴ്ഭാഗത്തേക്കുള്ളത് എടുക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. അത് ഞാൻ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഞാനപ്പോൾ ബോട്ടം പാർട്ടിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 32 22 നമ്മുടെ ഒരു വിഡ്ത്ത് വന്നിട്ടുണ്ടായിരുന്നത് യോക്കിൻ്റെ. അപ്പോൾ അതിൻ്റെ കൂടെ 10 ഇഞ്ച് മാത്രമാണ് ഞാൻ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ലോണം ഫ്ലെയർ ആയിട്ട് കിടക്കണമെങ്കിൽ കുറച്ചും കൂടി എക്സ്ട്രാ മെറ്റീരിയൽ എടുക്കണം. 30 എന്നുള്ളത് 40 50 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ നോർമലായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കും, കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ 32 എടുത്തത്. ഫസ്റ്റ് അപ്പോൾ നമ്മുടെ ആ ഒരു മെറ്റീരിയൽ ഞാനിവിടെ 2 ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഈ ലെങ്ത്ത് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 43. അതിൽ നമ്മൾ ഫസ്റ്റ് യോക്ക് മൈനസ് ചെയ്യണം. അതായത് യോക്ക് നമുക്ക് 14 വരുന്നത്. അപ്പം ഈ ഒരു 43 14 മൈനസ് ചെയ്യുമ്പോൾ 29 വരും. ഇതാണ് നമ്മൾ ബോട്ടം പാർട്ടിലേക്ക് എടുക്കേണ്ടത്. നമുക്ക് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് നമുക്ക് ഏറ്റവും അടിയിൽ മടക്കിയിരിക്കാനുള്ള 1 ഇഞ്ചും പിന്നെ നമുക്ക് യോക്കുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു 1/2 ഇഞ്ചും പിന്നെ നമുക്കൊരു തട്ടും കൂടി വരുന്നുണ്ടല്ലോ ഇടയ്ക്ക്. അപ്പോൾ അതിന് ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് മൊത്തം നമ്മൾ 31 വരുന്നത്. അതാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പം പിന്നെ ഇതിന് നമുക്ക് 2 തട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ ഈ ഒരു 31 ÷ 2 ചെയ്തിട്ട് നമുക്ക് 15.5 വരും. അപ്പോൾ അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ഞാനിവിടെ എടുക്കുന്നത് 16. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു പീസിനുള്ള ലെങ്ത് ആണ് പറഞ്ഞത് 16 ഇഞ്ചാണ് വരുന്നത്. നമുക്ക് ഓരോരുത്തരുടെയും ലെങ്ത്തിനും ഇതിനൊക്കെ അനുസരിച്ച് ഇത് മാറ്റം വരും. പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ലെങ്ത്ത് കുറയ്ക്കുന്നുണ്ട്, അതൊന്ന് കട്ട് ചെയ്തിട്ടൊക്കെ മാറ്റുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് കാണിക്കാം. പക്ഷേ ഈ ഒരു ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. ഈ ഒരു ലെങ്ത്തിലാണ് കിടക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഈ ഒരു മെഷർമെൻറ്റ് തന്നെ എടുത്താൽ മതി. ഞാൻ ഇത് വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ചും കൂടി ലെങ്ത്ത് കൂടിയതുപോലെ തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടി കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെങ്ത്ത് മതിയെങ്കിൽ ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ് ആ സമയത്ത് പറഞ്ഞുതരാം. ഈ ഒരു ലെങ്ത്തിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഇവിടെ 16 ഇഞ്ചിൽ 2 പീസ് കട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള 2 പീസ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 2ഉം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 32 പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 16 ആണ്. അങ്ങനെ 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി അതിൻ്റെ താഴെ വരുന്ന ഒരു ലെയറിൻ്റെ കട്ടിംഗ് ആണ്. ഫസ്റ്റ് നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു വിഡ്ത്ത് വരുന്നത് 16 ഇഞ്ചാണ്. അതായത് 32 ഇഞ്ചായിരുന്നല്ലോ നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ. അതിന് നമ്മൾ അതിൻ്റെ ഹാഫായിട്ട് വരുന്ന 16 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത്. ഇനി താഴത്തേക്ക് നമ്മുടെ വരുന്നതിൻ്റെ ലെങ്ത്ത് വരുന്നത് 16 ആണ്. അതിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ ഉള്ളത്രയും ആണ് എടുക്കുന്നത്. ഇതിനകത്ത് ഉണ്ടായിരുന്നത് 21 ഇഞ്ചാണ്. അപ്പോൾ ആ ഇഞ്ച് മാത്രമാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഫ്ലെയർ ആയിട്ട് കിടക്കണമെങ്കിൽ കുറച്ചും കൂടി മെറ്റീരിയൽ എടുത്താൽ മതി. അപ്പോൾ ഞാൻ അതും 2 കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ളത്. അപ്പോൾ ഞാനിത് ഇവിടെ എല്ലാം ഇട്ടിട്ട് കാണിച്ചു തരാം. നമ്മുടെ മേളിൽ വരുന്ന യോക്ക് പാർട്ടാണ്. അപ്പോൾ അതും അവിടെ നമ്മൾ കുറച്ച് പ്ലീറ്റ്സേ ഉള്ളൂ, താഴെയാണെങ്കിലും കുറച്ച് പ്ലീറ്റ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും കുറച്ചും കൂടി എക്സ്ട്രാ എടുത്താൽ മതി, നല്ല ഫ്ലെയർ ആയിട്ട് വേണമെങ്കിൽ കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. അപ്പോൾ ലൈനിങ് ഇവിടെ ബാക്കി വന്നിട്ടുള്ള 1.5 മീറ്റർ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് ലൈനിങ്ങിന് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ക്ലോത്ത് ഞാനിവിടെ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 26 എടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി ഭാഗം വെച്ചിട്ടാണ് ഞാൻ യോക്ക് കട്ട് ചെയ്യുന്നത്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. അപ്പം ഞാൻ ലൈനിങ് ഫുൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്കാണ് അടിക്കുന്നത്. നമ്മൾ നോർമലായിട്ട് അടിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ലൈനിങ് ഞാൻ സെയിം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്കൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഇതാ ഞാനിത് ഫുൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ടിട്ട് എന്താണ് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്യാം. നെക്കും പതിച്ചടിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം മുതൽ യോക്കിൻ്റെ ആ ഒരു അറ്റം വരെ ഉണ്ടല്ലോ ഫുൾ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം അതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നെക്ക് പതിച്ചടിക്കുക, അതുപോലെ തന്നെ ഷോൾഡറും ഫുള്ളും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മളിവിടെ സിബൊന്നും വെക്കുന്നില്ല. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലൈനിങ് ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. താഴ്ഭാഗത്തിൽ ലൈനിങ് ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് മാത്രം 1.5 മീറ്ററിൽ ആയിരുന്നല്ലോ ലൈനിങ് എടുത്തത്. അപ്പം ചെറുതായിട്ട് ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഫ്രണ്ടും ബാക്കും ഞാനിവിടെ കംപ്ലീറ്റ് ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ചെയ്തെടുത്തിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് നമുക്ക് പ്ലീറ്റ്സ് ഇടാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രമായിരുന്നു എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ ഇവിടെ വെച്ച് നോക്കിയിട്ട് നമ്മൾ കുറച്ച് ചെറുതായിട്ട് 2-3 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുഞ്ഞു പ്ലീറ്റ്സ് ആണ് ഇടുന്നത്. അപ്പോൾ ഞാൻ യോക്കുമായിട്ട് വെച്ച് നോക്കിയിട്ട് ഓക്കെ ആണോ എന്ന് നോക്കുന്നുണ്ട്. രണ്ടും അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തേക്കുള്ള പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. നമ്മളൊരു എക്സ്ട്രാ ഒരു ലെയറും കൂടി വെക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അടിച്ചിട്ടുള്ള ആ ഒരു പാർട്ടിൻ്റെ താഴെ കംപ്ലീറ്റ് വരുന്ന രീതിയിലായിരിക്കണം പ്ലീറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട് നോക്കിയിട്ട് ഇതിൻ്റെ താഴെ ഒന്ന് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ വേണമെങ്കിൽ നമ്മളൊന്ന് അഴിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം കംപ്ലീറ്റ് ഇതിൻ്റെ അറ്റത്ത് വരുന്ന രീതിയിൽ നോക്കണം. അത് നമ്മൾ രണ്ടും കൂടി എന്നിട്ടൊന്ന് ഞാൻ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു ലെയറും താഴത്തെ ആ ഒരു ലെയറും കൂടി ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മൊത്തം പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒന്ന് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ കുറച്ച് മാത്രമാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ മൊത്തം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കും ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ടും ബാക്കും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈനിങ് പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഉള്ളിലേക്ക് വെച്ചിട്ട് അവിടെ നമ്മുടെ ആ ഒരു മേളിലെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രണ്ടും ബാക്കും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ യോക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതാ യോക്കിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ടും ബാക്കും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. 1/2 ഇഞ്ചാണ് നമ്മളവിടെ സീം അലവൻസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യോക്കിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മൊത്തം ഒന്ന് നിലത്തിട്ട് കാണിച്ചു തരാം. അതായത് നമ്മളിത് 2 പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ചിൽ നമ്മൾ 1/2 ഇഞ്ചിൽ നമ്മൾ യോക്കും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ 2 ഭാഗവും നമ്മൾ ഫുള്ള് പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു ക്ലോത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഷോൾഡർ ആണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു മേൽഭാഗം മാത്രമാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ഫസ്റ്റ് 1/2 ഇഞ്ചിൽ ആ ഒരു മേൽഭാഗം മാത്രം ജോയിൻ ചെയ്തെടുക്കുക. ഇതാ ഞാൻ ഇത് കാണിക്കുന്ന പോലെ ഈ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് ഫസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പം ഞാനിത് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവിൻ്റെ അറ്റമൊന്ന് നമുക്ക് മടക്കി അടിച്ചാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഫോൾഡ് ചെയ്യാം. ഞാനിവിടെ 1/4 ഇഞ്ച് ആണ് മടക്കി അടിക്കുന്നുള്ളൂ, കുറച്ച് മാത്രമാണ് അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എത്രയാണോ അത് ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഒരു ചെറിയൊരു വളവ് പോലെ വന്നിട്ടുണ്ടല്ലോ, അവിടെ മുതലാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കേണ്ടത്. നമ്മൾ അവിടെ ഒരു സ്ലോപ്പ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കട്ട് ചെയ്ത സമയത്ത്, ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ ഒരു മടക്കി അടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഇവിടെ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ച് മാത്രമാണ് ഞാനിവിടെ അടിച്ചിട്ടുള്ളൂ. ഇനി നമുക്കതൊന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ട് നമുക്ക് നമ്മുടെ മെഷർമെൻ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ചെസ്റ്റും വേസ്റ്റ് റൗണ്ടും ഒക്കെ ഒന്ന് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ അരയിലൊരു വള്ളിയും കൂടി ചെയ്യുന്നുണ്ട്. ഞാൻ അതും കൂടി കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ 2 ഇഞ്ചിലൊരു 2 വള്ളി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വള്ളി അടിക്കുന്നത് അറിയാമല്ലോ, നമ്മൾ ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ അടിച്ചിട്ട് പിന്നെ താഴെ വരെ അടിക്കുന്നു. എന്നിട്ട് നമ്മൾ ഉള്ളിൽ എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് കുത്തി മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഇട്ട് നോക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കുറച്ച് ലൂസായിട്ട് വരുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഇത് ഞാൻ വള്ളിയൊക്കെ ബാക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് സ്ലീവിൻ്റെ അറ്റത്തുകൂടി ഇങ്ങനെ ഒരു കട്ടിങ് വരും. പിന്നെ നമുക്ക് ഒരുപാട് ഷേപ്പ് ആക്കാൻ വേണ്ടി പറ്റില്ല. ഇത് കുറച്ച് ലൂസായിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്കായിരിക്കും ഇത് ഇഷ്ടപ്പെടുക. നമ്മുടെ ചെസ്റ്റ് നമുക്ക് ഒരുപാട് ഷേപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കുറച്ച് ലൂസായിട്ടായിരിക്കും വരുന്നത്. ഇനി നമുക്ക് താഴത്തേക്കുള്ള ഒരു ജോയിൻറ്റ് കൊടുക്കാം. അതായത് നമ്മൾ ഷേപ്പ് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ കുറച്ച് ലൂസായിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് താഴത്തേക്കുള്ള ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ യോക്കിന്ന് ഒരു 1 ഇഞ്ചൊക്കെ താഴത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നിർത്തുക. എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് ഫസ്റ്റ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് അതാണ് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ലൈനിങ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈനിങ് മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് മെയിൻ ക്ലോത്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അത് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മുടെ ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക താഴെ വരെ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രോക്കിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. 1 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട്. ലൈനിങ്ങും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഞാനിത് ഇവിടെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി. പക്ഷേ കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ള പോലെ തോന്നി. അപ്പം നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഡ്രസ്സ് കുറച്ച് ഷോർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഡ്രസ്സ് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. കുറച്ച് ലെങ്ത്ത് ഉണ്ട്. അപ്പം ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് ഓക്കെ ആണെന്നുള്ളവർക്ക് ഈ ഒരു മെഷർമെൻറ്റിന് എടുത്താൽ മതി. പിന്നെ ഞാൻ ഇട്ടിട്ടുള്ള ആ ഒരു ഫൈനൽ ലുക്ക് ഇഷ്ടമുള്ളവർക്ക്, ആ ഒരു മെഷർമെൻറ്റാണ് വേണ്ടതെന്നുള്ളവർക്ക് ഞാൻ മെഷർമെൻറ്റ് എത്രയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഇതും ഭംഗിയുണ്ടായിരുന്നു, ക്യൂട്ടായിരുന്നു. പക്ഷേ ഞാനിത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മുടെ ആ ഒരു ബോട്ടം പാർട്ടൊന്ന് സ്റ്റിച്ചും അഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മേളിലെ ആ ഒരു ഭാഗം 3 ഇഞ്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ അവിടെ 3 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഒരു പ്ലീറ്റ്സ് ഫുൾ അഴിച്ചെടുക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് ഫുൾ പ്ലീറ്റ്സ് അഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പിക്കിലും ഫസ്റ്റത്തെ ആ ഒരു ലെയർ കുറച്ച് ചെറുതും താഴത്തെ കുറച്ച് വലുതുമാണ്. അപ്പം ഞാൻ അതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ആ ലെയർ 3 ഇഞ്ച് മാത്രം കുറയ്ക്കുന്നുള്ളൂ. ബാക്കി അവിടെ തന്നെ ജോയിൻ ചെയ്ത് പ്ലീറ്റ്സ് ഇട്ട് ജോയിൻ ചെയ്ത് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫൈനലായിട്ട് ഞാൻ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ലെങ്ത്ത് കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്കപ്പോൾ ഈ ഒരു ലെങ്ത്താണ്, എൻ്റെ ഒരു വലിപ്പമാണ്, ഈ ഒരു ലെങ്ത്താണ് വേണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ് എടുത്താൽ മതി. കുറച്ചും കൂടി ലെങ്ത്തായിട്ട് കിടക്കണമെങ്കിൽ ഞാൻ ഫസ്റ്റ് എടുത്ത ആ ഒരു മെഷർമെൻറ്റ് തന്നെ എടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. മനസ്സിലായെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എങ്ങനെയൊക്കെയോ മെഷർമെൻ്റ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.